ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇനി ഞാൻ ചെറിയൊരു കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ കുറേ ആയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് റീസൺ കേക്ക് ഓർഡേഴ്സ് ഞാൻ അങ്ങനെ എടുക്കാറുണ്ടായിരുന്നില്ല. മോളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മോൾക്ക് 6 മാസമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ വീഡിയോസ് അങ്ങനെ എടുക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇനി ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സന്തോഷം എനിക്ക് പറയാനുള്ളത് എന്താ നമ്മുടെ വീഡിയോസ് കാണാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ബിസിനസ് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ കേക്ക് വീഡിയോസിന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. മോളുടെ ഡെലിവറിക്ക് ശേഷം ഞാൻ കേക്ക് ഓർഡേഴ്സ് വളരെ ചുരുക്കം കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു 5-6 ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇതന്നെ മോളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഒരു 6 മാസം ആവട്ടെ എന്ന് വിചാരിച്ചപ്പോൾ മോൾക്ക് 6 മാസം തികഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഓർഡേഴ്സൊക്കെ. പിന്നെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാം, കേക്ക് വീഡിയോ കൂടി എടുക്കുമ്പോൾ ഒത്തിരി ടൈം ആവും. അപ്പോൾ അതിൻ്റെ കൂടെ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിസ്ക് ആവുമല്ലോ. അപ്പം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ ചെറിയ രീതിയിലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ന്യൂ ഇയറിൻ്റെ കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത പോലെ ന്യൂ ഇയറിന് വലിയ ഓർഡേഴ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. ന്യൂ ഇയർ ആയിട്ട് ജനുവരി 1 പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കുന്ന സമയത്ത് മോളെ നിലത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെയാണ് അവസ്ഥ. ട്രൈപോഡൊക്കെ എടുത്ത് വലിക്കുകയാണ്. അപ്പോൾ പിന്നെ നിലത്ത് വെച്ചിട്ടുള്ള പരിപാടി പറ്റില്ല. മിക്കവാറും അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും ഇത് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ഒരു റിസ്ക് ഒക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ കേക്ക് ഉണ്ടാക്കാതിരുന്നത്. എന്തായാലും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിമാമി ബേക്സിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ റിമാമീസ് കിച്ചണിൽ തന്നെയാണ് ഇനി മുതൽ നമ്മൾ കേക്കിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ജനുവരി 1 ഞാൻ നോർമൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിൽ 2 കേക്കും അതുപോലെ തന്നെ 5 ട്രസ്ലൈച്ചസും ആണ്. 3 അന്ന് കൊടുക്കാനും 2 പിന്നെ കൊടുക്കാനും അറിയില്ല. 1/2 kg അളവിലുള്ള 5 ട്രസ്ലൈച്ചസും ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിൽ കളറ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ലീഫ് കളറും അതുപോലെ തന്നെ ഒന്നിൽ പിങ്ക് കളറും കൊടുക്കുന്നു, ഒന്നിൻ്റെ യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്രീമിൽ ഇതാട്ടോ കൊടുക്കുന്നത്, മെറൂൺ കുറച്ച് ഡാർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാമെന്ന് ഈ ഒരു ബ്രാൻഡ് ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ മെറൂണ് ഡ്രോപ്പ് ഉറ്റിച്ചപ്പോൾ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് തന്നെ ആട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി 2 കേക്കും സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കേക്ക് വീഡിയോസൊക്കെ കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ കേക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അതുപോലെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്കൊക്കെ വന്നിരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ഒരുപാട് മിസ് ചെയ്തു. എനിക്കതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാമല്ലോ, നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ഇപ്പം ഞാൻ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഓർഡേഴ്സൊക്കെ എടുത്ത് തുടങ്ങണം. കേക്കൊക്കെ ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. യെല്ലോയിൽ വ്യത്യസ്ത തരം സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. യെല്ലോയും പിങ്കും ഷെയ്ഡിൽ ഈ കോമ്പിനേഷനാണല്ലോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സൈഡിലും ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഇതിനൊരു ലീഫ് വരക്കാമെന്ന് വിചാരിച്ചിട്ട് പൈപ്പിംഗ് ബാഗ് തന്നെ V ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ കുഞ്ഞു കുഞ്ഞു ലീഫ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. സൈഡിലും അതേപോലെ തന്നെ കുഞ്ഞു ലീഫായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന നോർമലല്ല, നോസിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന ഡിസൈൻ തന്നെ ആയിരിക്കും. പിന്നെ മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ ബോൾസും വെച്ച് കൊടുത്തു. പിന്നെ അടുത്ത കേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ പെറ്റൽ നോസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇതിലിങ്ങനെ വരച്ചിട്ട് കേക്കിൽ കൊണ്ടുപോയി വെക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ ചെയ്തില്ലേ മെറൂണും അതുപോലെ തന്നെ റെഡ് കളറും കൂടെ മിക്സ് ചെയ്ത കളറാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാപ്പിട്ടാണ് വെക്കുന്നത്. സെൻറ്ററിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക മഞ്ഞ കളറിലുള്ള ക്രീം വെച്ചിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതും സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വരച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പിട്ട് വെക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇപ്പോൾ 2 കേക്കും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് തന്നെയാണ് ഇതിൽ ഫ്ലവർ വരച്ചു കൊടുക്കുന്നത്.
ഇതിനും അതേപോലെ തന്നെ നമുക്ക് ലീഫ് ഒന്ന് വരച്ച് കൊടുക്കാം. ഇതിന് പിന്നെ താഴെ ബോർഡറായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 കളറും കൂടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ബോർഡറായിട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഈ ഒരു കുഞ്ഞു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ബോർഡറായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കേക്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പറയാം. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചൊന്ന് ഷുഗർ ബോൾസ് ബ്ലാക്ക് കളറിലുള്ളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ പേരും കൂടെ എഴുതണം. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് പേരും കൂടെ 2ലും എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ട്. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാത്തിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റാറില്ല. പിന്നെ ഞാനത് കണ്ടു വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവാറുണ്ട്. പിന്നെ അവരുടെ ഡൗട്ടൊക്കെ തീർത്തിട്ടുണ്ടാവും അവർ തന്നെ. അപ്പോൾ അങ്ങനെ കുറേ അബദ്ധങ്ങൾ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് വരുന്നതൊക്കെ. അപ്പം അതിനൊക്കെ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാം കൊണ്ടും ഈ ഒരു ന്യൂ ഇയർ അടിപൊളിയാക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം, കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളും ഉണ്ടാവണം കേട്ടോ. ഈ ഒരു ചാനലിൽ നമ്മൾ കേക്കിൻ്റെ മാത്രമല്ല ചെയ്യുന്നത് റെസിപ്പീസ് വീഡിയോസും ഒക്കെ ചെയ്യും. അപ്പം ആദ്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ ഈ ഒരു ചാനലിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. ട്രസ്ലെച്ചസ് കേക്ക് ഞാൻ സാധാരണ റൗണ്ട് ബോക്സിലാട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ ബ്രൗണി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇതുപോലത്തെ ബോക്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും 1 kg ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാം. ഇത് ½ kg ആണ്. 1 kg ആകുമ്പോൾ 2 ലെയറായിട്ട് കൊടുത്തിട്ട് അങ്ങനെ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ½ kg ഞാൻ ഇതിലാണ്ട് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ സ്ക്വയറായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യ ദിവസം ഇതുപോലെ 2 എണ്ണമാണ്. അപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലാണല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പേക്ക് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് 3 ട്രസ്ലെച്ചസും അതുപോലെ തന്നെ ഒരു പുഡിങ് 2 ട്രേ പുഡിങ്ങിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ കേക്കൊക്കെ ഒന്ന് ബേക്ക് ചെയ്ത് വെക്കുകയാണ്. ട്രസ്ലെച്ചസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പോഞ്ച് ഇതിന് ശേഷം ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിക്കോട് പോയോണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് പുഡിങ്ങിന് ഓർഡർ വന്നത്. പിന്നെ പോരുന്ന വഴിയിൽ നമുക്ക് പുഡിങ്ങിനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പുഡിങ് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ടെൻഡർ കോക്കനട്ട് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വഴിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ രാവിലെ എണീറ്റിട്ട് രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് ബാക്കിയുള്ള പുഡിങ്ങിനുള്ളതും അതുപോലെ ട്രസ്ലെച്ചസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പിന്നെ രാത്രി കുറേ ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെയാണ് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ബോക്സിലൊക്കെ ആക്കി കത്തിയും അതുപോലെ സ്റ്റിക്കറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കറൊക്കെ നമ്മുടെ മമ്മി ബേക്സൊക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള സ്റ്റിക്കറാണ്. അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇത് പിറ്റേന്നത്തെ ട്രസ്ലെച്ചസ് ആട്ടോ ഇത്. അതുപോലെ ടെൻഡർ കോക്കനറ്റിൽ നട്ട്സൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്